സുഹൃത്തുക്കളെ, കുറേ ദിവസമായിട്ട് യാത്രകളോട് അല്ലാത്ത പ്രേമമായതുകൊണ്ട് തന്നെ യാത്രകളൊന്നും മിസ്സാക്കാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ യാത്രയെന്ന് പറയുന്നത് ഒരു കഠിനമായ യാത്രയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പോയതെന്ന് വേണേൽ പറയാം. അപ്പം നിങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് നിനക്ക് എന്തറിയാം മറ്റേതാ മറിച്ചാന്നും പറയാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം ഞാൻ കർണാടക സ്റ്റേറ്റിലായിരുന്നു. അതായത് എൻ്റെ ആവശ്യം ഞങ്ങൾ എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ മൂകാംബി പോകുന്നതാണ്. പക്ഷേ ഒരിക്കലും ഉടുപ്പിയിലും ധർമ്മസ്ഥലം ഞങ്ങൾ പോയിട്ടില്ല. അപ്പം ഈ നമ്മൾ വണ്ടിയിലൊക്കെ ഇങ്ങനെ തീർത്ഥാടനത്തിനായിട്ട് പോകുന്നവരൊക്കെ പറയുന്നതാണ് ഉടുപ്പിയും ധർമ്മസ്ഥലം പോയ കാര്യം. അപ്പോൾ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് പോകാൻ വേണ്ടി അവിടെ മാത്രമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും ഹസ്ബൻഡും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഉടുപ്പിയിൽ വളരെ സുഖകരമായി ചെന്നു. ഞങ്ങൾ AC ഇത് ഗരീബ് രഥിലൊക്കെയാണ് പോയത്. വളരെ സുഖകരമായി ചെന്നു. തൊഴാൻ ഒരു 1.5 മണിക്കൂർ അവിടെ ഒരു പൂജ കാരണം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് ഒഴിച്ചാൽ മറ്റൊക്കെ ഒക്കെ ആയിരുന്നു. അവിടുത്തെ ആഹാരമാണെങ്കിലും ഈ പറഞ്ഞ പോലെ അവിടുത്തെ ലോഡ്ജ് മീനാക്ഷി ഇൻ എന്ന് പറയുന്ന ഒരു ഇന്നിലാണ് ഞങ്ങൾ താമസിച്ചത്. അതൊക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. വളരെ നല്ല കംഫർട്ടും നല്ല സെറ്റപ്പും ആയിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ടാണ് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടായത്. അതായത് ഞങ്ങൾ വിചാരിച്ചത് ഉടുപ്പി ധർമ്മസ്ഥലം എന്ന് കേൾക്കുമ്പോൾ തൊട്ടടുത്തെങ്ങാനും ആയിരിക്കും, അല്ലെങ്കിൽ ഇത് നോക്കുമ്പോൾ 2 മണിക്കൂർ 4 മണിക്കൂർ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ബസ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കർണാടകയിൽ ഈ പറഞ്ഞ കേരളത്തിൽ ഇപ്പം വരാൻ പോകുന്ന അതേ സംഭവം കർണാടകയിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് സ്ത്രീകൾ അധികവും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ ചെന്ന് ചോദിച്ചപ്പോൾ 11 മണിക്കേ ഉള്ളൂ ധർമ്മസ്ഥലിന് വണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ ചെന്നപ്പോൾ അവിടെ ഉത്സവത്തിൻ്റെ ആളാണ് ഈ ഒരു ബസ്സിൽ കയറാൻ വേണ്ടി. അവിടെയും വളരെ കുറച്ച് ബസ്സുകളെ ഈ ധർമ്മസ്ഥലത്തിലേക്ക് ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ആ സമയത്താണ്. അപ്പോൾ ഞങ്ങൾ വഴിയിൽ അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരു അവിടുത്തുകാരാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടില്ല, നിങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കോളൂ, അവിടെ നിന്ന് കയറിക്കോളൂ, അവിടെ നിന്ന് ആകുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയെന്നിരിക്കും. അപ്പം പക്ഷേ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ എന്നാൽ ചേട്ടാ ഇറങ്ങാമെന്നൊക്കെ ഞങ്ങളിങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള 2 മലയാളികൾ പറഞ്ഞു ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും, അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഒരു വിധത്തിലൊക്കെ അതിനകത്ത് പിടിച്ച് കയറി ഞങ്ങൾ ഈ ധർമ്മസ്ഥലിന് പോകുന്നത്. ആ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം മണിപ്പാലെത്തിയപ്പോഴാണ് കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിയത്. അവിടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ ലോകത്തിലുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇറങ്ങി. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു പുള്ളിക്കാരി അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പം അവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ പോലെ കണ്ണൂർ വന്നിട്ട് അവിടുന്ന് പിന്നെ അവർ കർണാടകയിൽ വന്ന് സെറ്റിലായവരാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പം കേരളത്തിൽ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ചങ്ങനാശ്ശേരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചങ്ങനാശ്ശേരിയാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അടുത്ത ചോദ്യം ചങ്ങനാശ്ശേരി എവിടെയാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് കുളത്തൂർമൊഴി എന്ന് പറയുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ എന്താ പറഞ്ഞതെന്ന് ഒന്നുകൂടെ ചോദിച്ചു. അപ്പോൾ കുളത്തൂർമൊഴി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കുളത്തൂർമൊഴിക്കാണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പം അവരുടെ റിലേറ്റീവ്സിനെല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ അടുത്ത് എനിക്കറിയാവുന്നതും വളരെ വേണ്ടപ്പെട്ടതുമായിട്ട് ആൾക്കാരൊക്കെയാണ് അവരെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു. ഉടുപ്പി കൃഷ്ണനെക്കുറിച്ച് സംസാരിച്ചു. ഉടുപ്പി കൃഷ്ണനാണ് ഈ പറഞ്ഞ പോലെ തിരിഞ്ഞിരിക്കുന്നത്. ആ കഥ ഒരു വല്ലാത്ത കഥയാണ്. അപ്പോൾ അത് പറയാനായിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ആ ഉടുപ്പി കൃഷ്ണൻ തിരിഞ്ഞാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഈ പറഞ്ഞ പോലെ ആ കഥ എനിക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ എനിക്ക് അറിയാൻ സാധിച്ചത് മൂകാംബിയിലെത്തുമ്പോൾ അവിടെ 30 കിലോമീറ്റർ അപ്പുറത്തൊരു ദുർഗാക്ഷേത്രമുണ്ട്. അവിടെയൊന്നും അങ്ങനെ ആരും പോകാറില്ല, പക്ഷേ അവിടെ പോകേണ്ടതാണെന്നൊക്കെയുള്ള അങ്ങനെ കുറേ പുതിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കാരണം ഇത്രയും വർഷം പോകുമ്പോഴും നമ്മളവിടുത്തെ ഈ കന്നഡ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മളവിടെ ആരുമായിട്ടൊന്നും സംസാരിക്കില്ല. അപ്പോൾ അവിടെയുള്ള ഒരാളെ കിട്ടിയപ്പോഴാണ് എനിക്ക് ഇത്രയും നേരം സമയം കിട്ടിയതുകൊണ്ടും അങ്ങനെ സംസാരിക്കാനായി. അപ്പോൾ ആ യാത്രയും ഭയങ്കര കഠിനമായ ഒരു യാത്ര തന്നെയായിരുന്നു. ഭയങ്കര 4 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എനിക്കറിയില്ല, ഗുരുവായൂരമ്പലത്തിൽ പോലും ഇത്രയും തിരക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ജനമാണ്. അത്രയ്ക്ക് ജനം എന്ന് വെച്ചാൽ അത് തന്നെയല്ല ഈ പറഞ്ഞ പോലെ സിവിക് സെൻസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല. അവിടെയൊക്കെ ഭയങ്കര ടോയ്ലറ്റൊക്കെ ആണെങ്കിലും ഭയങ്കര വൃത്തിയായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ ഞങ്ങൾ ഈ ബാഗേജ് വെക്കാൻ പോയപ്പോൾ അവിടെ 200 രൂപ ഒരാൾക്ക് കൊടുത്താൽ സ്പെഷ്യൽ ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും 200 രൂപ കൊടുത്ത് ഞങ്ങൾ 400 രൂപ കൊടുത്ത് സ്പെഷ്യൽ ക്യൂവിൽ കയറി. അല്ലാതെ വേറെ നിവൃത്തിയില്ല. അല്ലാതെ നിന്ന് തൊഴാൻ പോയാൽ അവിടെ സ്റ്റക്കായി പോകുന്നു ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറുകയാണ്. പക്ഷേ അവിടെ ഇരിക്കാൻ ഈ പറഞ്ഞ പോലെ തിരുപ്പതിയിലൊക്കെ ചെല്ലുന്ന പോലെ അവിടെ AC വലിയ ഹാളിലാണ് നമ്മളെ വെയിറ്റിംഗ് ചെയ്തത്. 3 മണിയായപ്പോൾ നട തുറന്ന് ഞങ്ങളെ കയറാം. അതും ഭയങ്കര കുറേ ദൂരം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ക്യൂവിൽ കൂടി ഇങ്ങനെ നടന്ന് എന്നിട്ടാണ് നമുക്ക് തൊഴാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടി അനുഭവമായിരുന്നു ഈ ധർമ്മസ്ഥലം ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഈ പറഞ്ഞ പോലെ അടുത്ത ബസ് തന്നെ പിടിച്ച് അപ്പോൾ ഞങ്ങൾ 5:30 ട്രെയിൻ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായിപ്പോയി. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. 6:30 മലബാർ എക്സ്പ്രസ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റ് ഈ നമ്മുടെ വോൾവോ ബസ് KSRTCയുടെ വോൾവോ ബസ്സിന് ബുക്ക് ചെയ്തു. പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയത് ഏറ്റവും അവസാനത്തെ 2 സീറ്റാണ് കിട്ടിയത്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് എത്തിപ്പെടണമെന്നുള്ളതുകൊണ്ട് ഞങ്ങളതങ്ങ് ബുക്ക് ചെയ്തു. പക്ഷേ നരകമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു യാത്ര വെറുത്തു പോകുന്നത്. അത്രയ്ക്ക് വെറുത്തു പോയൊരു യാത്രയായിരുന്നു ആ ബസ്സിലെ യാത്ര. അതായത് ഭയങ്കര നീളത്തിലാണ് ഈ ബസ്. ഏറ്റവും അവസാനം ടയറിൻ്റെയും ലാസ്റ്റാണ് ഈ 2 സീറ്റൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഈ റോഡ് പണികളും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ചാട്ടവും എത്ര പ്രാവശ്യം അതിൻ്റെ മുകളിൽ ചെന്ന് വെറുതെ ചെന്ന് നമ്മുടെ ഈ ആൾക്കാർ കിടക്കുന്ന വലിയ പൊക്കത്തിലല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇരിച്ചതൊന്നും നമുക്കറിയില്ല. ഒന്ന് കണ്ണടച്ച് വരുമ്പോഴത്തേക്ക് ഒരൊറ്റ ചാട്ടമാണ്. അപ്പം
സത്യം പറഞ്ഞാൽ ഇതുപോലൊരു നരകം പിടിച്ച ഒരു യാത്ര സത്യത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ യാത്ര ഇത്രയും ഇഷ്ടപ്പെടുന്ന ഞാൻ വെറുത്തു പോയൊരു യാത്ര എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു യാത്ര ഞാൻ ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഹാരം വരുന്ന വഴിക്ക് കഴിച്ചിട്ട് പിന്നെ 4 മണിക്കോ മറ്റുമാണ് ഞങ്ങൾ എഴുന്നേറ്റത്. അത്രയ്ക്ക് അങ്ങ് ക്ഷീണമായിപ്പോയി. അതുപോലെ ഒലഞ്ഞ് വല്ലാണ്ടൊരു യാത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ അവധിക്കാലത്തൊന്നും ഈ ധർമ്മസ്ഥലം ഉടുപ്പി അത്ര കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ധർമ്മസ്ഥലത്തോട്ടൊന്നും പോകില്ല, ഭയങ്കര. അപ്പം വേറൊരാൾ എന്നോട് പറഞ്ഞത് ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അല്ലാത്ത സമയത്ത് ചെന്നാൽ ഇത്ര തിരക്കൊന്നും അവിടെ ഇല്ല, വളരെ കുറച്ച് തിരക്കേ ഉള്ളൂ. അതേപോലെ തന്നെ എനിക്ക് കാണാൻ സാധിച്ചത്, നമ്മളിവിടെയൊക്കെ ഒരു അമ്പലത്തിലോട്ട് ചെല്ലുമ്പോൾ തൊട്ടേ നമ്മൾ ആദ്യം കാണിക്കുന്ന കാണിക്ക ഇടാനുള്ള ഹുണ്ടി അല്ലേ, കാണിക്ക ഇടാനുള്ള ഇതൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് രസം. ആകെപ്പാടെ നമ്മൾ തൊഴാൻ കരുതുന്നതിൻ്റെ സൈഡിൽ അതും നമുക്ക് ഒട്ടും കാണാവുന്ന പോലൊന്നും അല്ല വെച്ചേക്കുന്നത്. അത് അറിയാവുന്നവർക്ക് മാത്രമേ അതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. നമ്മളല്ലെങ്കിൽ അതങ്ങ് ശ്രദ്ധിക്കത്ത് കൂടിയില്ല. അവിടെ എങ്ങും ഈ പറഞ്ഞ പൈസ ഇടാനുള്ള ഒരു സംഭവം അവിടെ എങ്ങും വെച്ചിട്ടില്ലെന്നുള്ളത് അതാണ് എനിക്ക് രസകരമായിട്ട് തോന്നുന്നത്. അതുതന്നെയല്ല ഇവിടുത്തെ ആഹാരവും, അമ്പലത്തിലെ ആഹാരം എപ്പോൾ ചെന്നാലും ആഹാരം ഉണ്ട് കേട്ടോ, അതും ഒക്കെ നല്ലതായിരുന്നു. പക്ഷേങ്കിൽ ഈ യാത്ര മാത്രമാണ് ഈ സമയത്ത് ഇനി ഒരിക്കലും യാത്ര ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പോകണമെങ്കിൽ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ വെക്കേഷൻ അല്ലാത്ത ഏതെങ്കിലും സമയം നോക്കി ഇവിടെയൊക്കെ പോകുന്നതായിരിക്കും നല്ലത്, തൊഴാനൊക്കെ സൗകര്യം. കാരണം ഞാൻ 1-2 പേരോട് ചോദിച്ചു പറഞ്ഞു, ഈ സമയത്ത് അത് തന്നെ തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ജനം വരുന്ന ഒരു ദിവസമാണ് ഈ ധർമ്മസ്ഥലം. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊന്നും ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്ന് എൻ്റെ റിക്വസ്റ്റാണ്. കാരണം ഞങ്ങൾ അതുപോലെ അനുഭവിച്ചു അത്രയും സമയം കൊണ്ടെന്നുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ല മംഗലാപുരത്തിന് ഒരു ഏകദേശം 3-3.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ അതിന് മുമ്പേ ഒരു 1 മണിക്കൂർ മുമ്പേ എത്തത്തക്ക വേണം. കാരണം ഈ യാത്ര അതുപോലെ ഇച്ചിരി പാടുള്ള യാത്രയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഉടുപ്പിയിലും ധർമ്മസ്ഥലം പോകുന്നത്. ഉടുപ്പി കൃഷ്ണനെക്കുറിച്ച് പറയാനുണ്ട്, അത് പിന്നെ പറയാം.